ഗണേശേട്ടാ. ഹലോ ഗണേശേട്ടാ നമസ്കാരം. അജിനായിരുന്നേ. ഇവിടെ പത്തനാപുരം അടുത്തുള്ള അജിനാണോ? അല്ലല്ല, വെറൈറ്റി മീഡിയയിലെ. വെറൈറ്റി മീഡിയ. ഞാൻ പറഞ്ഞു ഞാൻ ഉറക്കമായിരുന്നു, കാരണം രാത്രി 1 മണിക്ക് വിളിക്കും. ഗണേശേട്ടാ, ഞാൻ ഒത്തിരി നേരത്തെ ആയി പോയാ വിളിച്ചതാ. അല്ല കുഴപ്പമില്ല, കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ 10 മണിയായി. നേരം വിളിക്കാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. അച്ഛനെ ഹാപ്പി അല്ലടാ? ഹാപ്പി പൊളി. തൊടുപുഴക്കാർ അഭിമാനം അല്ലേ? അഭിമാനം അറിയില്ല. എന്റെ മോനെ ഞാൻ അങ്ങനെ കൈയടിക്കുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മൈജി ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. നീ ഒരു അന്തസ്സും ഇല്ല. എന്റെ ഗേൾഫ്രണ്ട് അടിച്ചു മാറ്റി. നീ ചെബുക്കലടിച്ച് പറയും കേട്ടോ. എടാ, നിനക്ക് പൈസ വന്നിട്ടാണോ റിവ്യൂ പറയും? പൈസ വാങ്ങിയതാ. ഞാൻ പൈസ വാങ്ങാറില്ല. ആര് പറഞ്ഞു പൈസ വാങ്ങിയില്ല? നിനക്ക് പൈസ തന്നിട്ടാ നീ റിവ്യൂ കയറിയത്? എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ആളടിച്ചു മാറ്റിയാണ് ഈ വ്യക്തി. അന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നല്ലേ? അന്നറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ബോച്ച എങ്ങനെയുണ്ട്? ബോച്ചയുടെ കളികളൊക്കെ? എന്റെ കളി നന്നായിട്ട് പോകുന്നുണ്ട്. അത് ഈ ആപ്പിലൂടെ കളിക്കണം, അല്ലാതെ വിടുവാണോ? ആപ്പിലൂടെ ഉണ്ട്, അല്ലാതെ ഉണ്ട്. ജോസഫ് പുത്തൻവരെ അച്ഛനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ പേര് ബേസിലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചുമായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ? അതെ. ഓക്കെ, നിന്റെ നോട്ടം കൂടെ ഞാൻ കണ്ടു. രഞ്ജന് വെള്ളം കുടിച്ചിട്ടാണോ വന്നേ? നീ വെള്ളം കുടിച്ചാണോ വന്നത്? അതെ, കുടിച്ചു. എന്താണ് പച്ചവെള്ളം കുടിച്ചത്? കളർ വെള്ളം. നീ കളർ വെള്ളം കുടിച്ചു, പക്ഷെ എനിക്ക് ആ വെള്ളം കിട്ടിയില്ല. ഇത് കഴിയുമ്പോൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ എല്ലാവരും എച്ചെടുക്കുന്നു. ആ എച്ചെടുക്കുന്ന പരിപാടിയെല്ലാം മാറ്റും. എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ അക്ഷരങ്ങളും റോഡിലൂടെ നമ്മൾ എടുക്കും. കാസർഗോഡ് നിന്ന് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം രാവിലെ നേരം വെളുത്താ വരുന്നത്. അപ്പൊ അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഓടിച്ചോണ്ട് ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കും. ബട്ട് ഐ ക്യാൻ കൂട്ടിക്കൊടുക്കാം, കുതുകാല് വെട്ടാം, എന്തും ഈ സൂറിന് താഴെയുള്ള സർവ്വ നെറുകടിനാവും ബൽറാമൻ. ഇവനേതാന്ന് ചോദിക്കത്തില്ല കേട്ടോ. അതിനങ്ങനെ ബാക്കിയെല്ലാം ഇന്റർവ്യൂവിൽ ചോദിക്കത്തില്ല ഇവനാരാ, ഇവനേതാ അറിയില്ല. കമന്റ് കമന്റ് വായിക്കത്തില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിവില്ലാത്ത മനുഷ്യന്മാരായ ആരും തന്നെയില്ല. നിരവധി സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും ചലച്ചിത്ര രംഗത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റിലൂടെ മലയാളി മനസ്സിനെ ഇഷ്ടം തോന്നിച്ച ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് എന്നോടൊപ്പമുള്ളത്. ബേസിൽ നമസ്കാരം. നമസ്കാരം. അച്ഛനെ ഹാപ്പി അല്ലടാ? ഹാപ്പി പൊളി. ഏതായാലും ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം പക്ഷെ അത്ര നമ്മളെയൊക്കെ പൊക്കി പറഞ്ഞ അങ്ങനെ പൊക്കിപ്പറച്ചില്ലടാ. സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും ചാനൽ ഷോയിലൂടെയും ഒക്കെ നിന്നെ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു. ഞാനും സെയിം ബ്രോയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പം മിമിക്രിയാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്ന പോലെ അല്ലേ? ഡബ്ബിംഗ് ആർട്ടിസ്റ്റോടാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എത്ര സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ മൊത്തം 21 സിനിമകൾ. 20 സിനിമ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ട്രാക്കുകളാണ് ഡബ് ചെയ്തത്. ട്രാക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നടൻ വന്ന് ഡബ് ചെയ്യുന്നതിന് മുമ്പ് അവരെ തന്നെ വോയിസിൽ നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്തൊരു സിനിമയുടെ ഏതെങ്കിലും ഒന്ന് പറയുമോ? അത് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ JSK എന്ന് പറയുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ. പിന്നെ ഓസ്ലർ ജയറാമേട്ടന് ട്രാക്ക് ചെയ്തിരുന്നു. ആ ജയറാമേട്ടനെ ഒന്ന് പറഞ്ഞ് ട്രാക്ക് ചെയ്തത്? അത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ വോയിസ്, ഞാൻ സത്യം പറഞ്ഞത് നിമിത്തമായിട്ട് പുള്ളിയുടെ വോയിസ് ചെയ്തില്ലായിരുന്നു ഞാൻ. പക്ഷെ അതിനകത്തൊരു സാധനമുണ്ട് പുള്ളിയുടെ. കൃഷ്ണദാസ്, നിങ്ങൾ 3 പേരെ കൊന്നില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എബ്രാഹാം ഓസ്ലർ. ആ ഒരു സാധനം. ഈ ട്രാക്ക് അപ്പം പ്ലേ ചെയ്യുമോ അതോ അവർ അത് നമുക്ക് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് പൈലറ്റിലുണ്ടാവും ചെറുതായിട്ട്. അപ്പോൾ അത് നമ്മൾ ആ വോയിസ് അതുപോലെ തന്നെ ചെയ്ത് ഫുൾ നമ്മൾ സിനിമ ഡബ് ചെയ്യുന്നു. പിന്നെ അത് ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർക്ക് സിമ്പിളായിരിക്കും. പിന്നെ എഡിറ്റിംഗ് ചെയ്യാനും ഫയൽ എഡിറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. മിമിക്രിയിലൂടെയാണ് അത് തഴമ്പിച്ചാണ് ഡബിങ്ങിലോട്ട് വിളിക്കുന്നത്. അത് ഏത് നാട്ടുകാരനാണ് ബേസ്? ശരിക്കും തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം സ്ഥലം. തൊടുപുഴക്കാർ അഭിമാനം അല്ലേ? അഭിമാനം അറിയില്ല. തൊടുപുഴയ്ക്ക് ചെല്ലുമ്പോൾ നമ്മളറിയാം. നാട്ടിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. മിമിക്രിയോട് ഇഷ്ടം തോന്നാനും അല്ല മിമിക്രി എന്നെ കൊണ്ട് പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എപ്പോഴാണ്? നിങ്ങൾ അത് ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്നു മിമിക്രി. പിന്നെ ഡബിങ്ങിലേക്ക് കൊണ്ടുവന്നത് മഹേഷാണ്. മഹേഷ് നമ്മുടെ മഹേഷാണ് കൊണ്ടുവന്നത്. അപ്പോൾ മഹേഷൊക്കെ ആയിട്ടൊരു കുറച്ച് നമ്മളെ ഈ ഇൻസിഡൻറ്റിന് ശേഷമുള്ള നല്ലൊരു സൗഹൃദമാണ്. അപ്പോൾ മഹേഷ് വഴി ഇപ്പോൾ കൈലാസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. എന്ന് പറഞ്ഞാൽ കന്നഡപ്പടമൊക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നു. അപ്പം അവരെല്ലാം കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ഞാൻ ഇപ്പോൾ 12th ഫെയിൽ എന്ന് പറഞ്ഞ പടമില്ലേ, മെയിൻ കന്നഡപ്പടമൊക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് അതിലാണ് തുടക്കം. അങ്ങനെയാണ് ഇപ്പോൾ മെയിൻ ഡബിലേക്ക് വന്നത്. എത്രോളം സ്റ്റാർസിനെ ചെയ്യും? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നത്. എന്നാലും എണ്ണം ഉണ്ടോ? എണ്ണം നമ്മളെല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും. പക്ഷെ അതിനകത്ത് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ നമ്മുടേതായ ഇഷ്ടം തോന്നുന്ന ചില. ഇപ്പം എല്ലാ മിമിക്രി ആർട്ടിസ്റ്റിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു ഉത്തരം ഇപ്പം നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് 50ഉം 60ഉം മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ വോയിസ് ചെയ്യാൻ പറ്റുമെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന 1-2 പേരെ കാണത്തുള്ളൂ. അങ്ങനെ ബേസിലിൻ്റെ കണക്ഷൻ ഇഷ്ടം തോന്നി നടനാരാ? നടൻ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെയൊക്കെ ദുൽഖറിനെയൊക്കെ ചെയ്യുമായിരുന്നു. അത് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. ദുൽഖറിനെ, ചാർലിയുടെ ഒക്കെ വോയിസ് ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ തോന്നിയൊരു വോയിസ് നമ്മുടെ ശ്രീകണ്ഠൻ സാറിൻ്റെ വോയിസ് ആയിരുന്നു. ശ്രീകണ്ഠൻ സാറിൻ്റെ അത് ഞാൻ ഫ്ലവേഴ്സ് TV നമ്മുടെ ഷോ ഉണ്ടല്ലോ, കോമഡി ഉത്സവം. അപ്പോൾ അതിനകത്ത് ചെയ്ത സമയത്ത് ശ്രീകണ്ഠൻ സാറ് നേരിട്ട് വന്നു.
അപ്പോൾ സാറിന് മുന്നേ അവതരിപ്പിച്ച് കാണിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കും അത് ഉണ്ടാവട്ടെ. അത് ചെയ്യാം. അത് വെച്ചാൽ അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ വേറെ എന്താ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് വൈഫും കൂടി ഇരുട്ടത്തിരിക്കുക. പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിരിക്കുക. അപ്പോൾ പുള്ളി ഇത് സംഭവം എന്താണെന്ന് അറിയുന്നില്ലോ. അപ്പോൾ നമ്മൾ അവതരിച്ചപ്പോൾ പുള്ളി തുള്ളിച്ചടി വന്നു. പിന്നെ പുള്ളിയായിട്ട് ഇൻട്രാക്ഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഇത് കോവിഡിന്റെ മുമ്പായിരുന്നു. നമുക്ക് കേട്ട് നോക്കാം. ഞാൻ ശ്രീകണ്ഠ സാറിന്റെ മോർണിംഗ് ഷോയിലെ വോയിസ് ചെയ്യാം. അത് വേറൊരു സാധനമാണ്. പുള്ളി രാവിലെ എഴുന്നേറ്റിട്ട് എന്താ പറയുക ഫ്രഷ് ഒക്കെ ആയിട്ട് ഭയങ്കര ബേസോട് കൂടി വന്നിട്ട് അവതരിപ്പിക്കുന്ന ഒരു സംഭവം. ലൈവ് വോയിസ്. ഓക്കെ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ പല അശ്ലീല കമൻസുകളൊക്കെ എനിക്ക് വരുന്നതായിട്ട് ചില സൂചന കിട്ടുന്നുണ്ട്. കാരണം ഞാൻ രാവിലെ എണീക്കുമ്പോൾ തെറിയാ വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു കമൻറ്റ് വന്നിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് കുമാരൻ അയച്ചിരിക്കുകയാണ്, താങ്കളുടെ ജീൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് തരുമോ? എൻ്റെ പൊന്നു കുമാരൻ, ആകെ എനിക്കൊരു ജീൻസേ ഉള്ളൂ, അത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ ഈ മോർണിംഗ് ഷോയിൽ ഇപ്പം സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഉണർവാണ്. കാരണം പല ആളുകൾ ഓടാൻ മടിയുള്ള ആൾക്കാരാണ്, വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്നോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോയി കൂടിയെന്ന്. കാരണം ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ 24 സ്റ്റുഡിയോയിൽ നിന്ന് അങ്ങോട്ടും നടക്കുന്നുണ്ടല്ലോ. അത് തന്നെ ജിമ്മാണല്ലോ. അതൊരു ജിമ്മാണ്. കാരണം വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് നമ്മൾ ജിം ഉണ്ടാക്കണം. സാറേ, ഇത്ര ആക്റ്റീവായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? അത് നമ്മുടെ ഒരു കുറേ നാളത്തെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ പല ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ, അങ്ങനെ ചാനൽ വർക്ക് ചെയ്ത ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങുന്ന ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഫ്ലവേഴ്സ് തുടങ്ങിയത്. അടിപൊളി. അജിൻ എനിക്കറിയാം. ഞാൻ താങ്കളുടെ ഒരു കടുത്ത ആരാധകൻ. സന്തോഷം. അപ്പോൾ താങ്കൾക്ക് എന്നോട് ആരാധനയുണ്ടോ? തീർച്ചയായിട്ടും. സാറിന് ആരാധന ഇല്ലാത്ത മനുഷ്യരുണ്ടാവും. കഴിഞ്ഞ ദിവസം രാത്രി താങ്കളല്ലേ എന്നെ ഫോൺ വിളിച്ചത്? അതെ. കാരണം ആരാധന മൂത്തിട്ട് വിളിച്ചാന്ന് തോന്നുന്നു. അടിപൊളി. ഇനി പിന്നെ പുള്ളിയുടെ ലൈവ് മറ്റേ മൈജി ഫ്ലവേഴ്സ് 1 കോടിയുടെ ഒരു സംഭവം. അപ്പൊ അതും ഈ വോയിസ് നമ്മളെ വ്യത്യാസം എന്തുവാ? എന്ന് പറഞ്ഞാൽ പുള്ളി രാവിലെ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് രാവിലെ മോർണിംഗിൽ ഒരു സംഭവം ഉണ്ടാവും. ഇതിനുശേഷം പുള്ളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ടോപ്പ് ലെവലിൽ നിൽക്കും, കോട്ടൊക്കെ നിൽക്കുമ്പോൾ ഞാനത് വലിയ സംഭവമാണെന്നുള്ളൊരു ഫീൽ വരും. എനർജി പുള്ളി പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു സാധനം ഉണ്ട്. എല്ലാ പ്രേക്ഷകർക്കും മൈജി ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. മൈജി ഫ്ലവേഴ്സ് 1 കോടി. ബ്രോ ഇപ്പൊ മഞ്ഞമ്മൽ ബോയ്സിൽ അഭിനയിച്ച ഒരാളാണ്. അപ്പം മഞ്ഞമ്മൽ ബോയ്സ് വന്ന് ഇതിപ്പോ പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മൈജി ഫ്ലവേഴ്സ് 1 കോടിയിൽ. മഞ്ഞമ്മൽ ബോയ്സ് അഭിനയിച്ച ഒരാളാണ്. റിയൽ മഞ്ഞമ്മൽ ബോയ്സിലുള്ള ആളാണ്. അജിൻ, എന്തൊക്കെയുണ്ട്? സുഖമാണോ? അജിന് ഈ മഞ്ഞമ്മൽ ബോയ്സ് താങ്കൾ അതിനകത്തുണ്ടല്ലേ? കാരണം താങ്കൾ അതിനകത്ത് 7 പേരുടെ കൊടുത്ത് കണ്ടില്ലല്ലോ. ആ സമയത്ത് താങ്കൾ ഇല്ലായിരുന്നില്ല. അപ്പൊ ഈ ശരിക്കും ഒരു കുഴി ചാടിയതാണോ? അല്ല, ഈ കുഴി ചാടുന്നതിന് മുമ്പ് അവർക്കറിയായിരുന്നു ഈ കുഴി ചാടിയതിനു ശേഷം മനസ്സിലായത്. ചാടിയതിനു ശേഷമാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇനി എനിക്കൊരു ഗുണാക്ക് പോയെന്നൊരു പ്ലാനുണ്ട്. പോണം സാർ, തീർച്ചയായിട്ടും പോകണം. അപ്പൊ എന്നെ കുഴി ചാടിക്കാൻ വേണ്ടി കുറെ പേര് നിൽപ്പുണ്ട്. അതുകൊണ്ട് അതൊന്നും സൂക്ഷിക്കണം അജിനെ. എനിക്ക് വേറൊരു പ്രത്യേകത, ഇപ്പൊ അജിനെ അത് കണ്ടുകൊണ്ട് തോന്നുന്നല്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയൽ മഞ്ഞമ്മൽ ബോയ്സും സിനിമയിലെ മഞ്ഞമ്മൽ ബോയ്സും വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം. റിയൽ ആയിട്ടുള്ള ചാടിയവനല്ലേ അതിന്റെ വേദന അറിയുള്ളൂ. അപ്പൊ അഭിനയിച്ചൊരു വേദന അറിയത്തില്ലേ? അപ്പൊ ക്യാമറമാനും കൂടെ ചാടി കാണും. അങ്ങനെയാണ് എന്റെ പരിപാടി. അപ്പം അജിനെ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. കുട്ടേട്ടൻ എന്തൊക്കെ സംസാരിക്കാനുള്ളത് തോന്നുന്നു? കുട്ടേട്ടനോട് നല്ല ബന്ധം അല്ലേ? കുട്ടേട്ടനോട് നല്ല ബന്ധമാണ്. കാരണം ഞാൻ എന്റെ ഭാര്യ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള കുട്ടേട്ടനാണ്. നല്ല ബന്ധമാണ്. കുട്ടേട്ടൻ ഇവിടെ ഉണ്ട്. വേണേ സംസാരിക്കണം അജിന്. കുട്ടേട്ടനോട് ചോദിച്ചോ? അജിൻ, ഞാൻ വളരെ വർഷങ്ങളായിട്ട് സാറിന്റെ കൂടെയുണ്ട്. സാർ എൻ്റെ കൂടെയുമുണ്ട്. അപ്പൊ നാട്ടുകാർ വേറെ തെറ്റിരിക്കും. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമില്ല. ചേട്ടൻ എനിക്ക് ബന്ധമാണ്. അപ്പുറത്തേക്ക് ബന്ധമില്ല. കാരണം എനിക്കൊരു പ്ലാൻ, എനിക്ക് ഫുഡ് എൻ്റെതായിട്ടൊരു ഡയറ്റ് ഉണ്ട്. അപ്പൊ കുട്ടേട്ടനെ ഏൽപ്പിച്ചാലൊരു പ്ലാനുണ്ട് കറക്റ്റ് സമയത്ത്. പിന്നെ എല്ലാം രാവിലെ മോർണിംഗ് ഷോയിൽ പുള്ളിയല്ലേ ചായ ഉണ്ടാക്കി തരും. അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെയ്തു. ബേസിലെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കും. ബേസില കണ്ണടച്ച് കേട്ട ശ്രീകണ്ഠൻ നായർ കേട്ടോ. ഒന്നും ഇതാണ് ഒരു അനുഗ്രഹീത കലാകാരന്റെ പേരെടുത്ത് ബേസിലിനെ വിളിക്കുക. അത് നമ്മൾ ശ്രീകണ്ഠ ഇപ്പൊ ഈ മകേഷൊക്കെ രാത്രി ഇടയ്ക്ക് വിളിക്കുകയെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീകണ്ഠ സാറിന്റെ സൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും. അപ്പൊ പുള്ളിയോട് നമുക്കൊരു സ്നേഹമാണ്. അതാ മകേഷിനോടും ഉണ്ട്, ശ്രീകണ്ഠ സാറിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. കാരണം എനിക്ക് ഒരുപാട് സംസാരിക്കുന്നവർ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം പുള്ളിയുടെ ഒരു സ്റ്റൈല് ഭയങ്കര രസമാണ്. ഞാൻ അങ്ങനെയാണ്. അല്ല, ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ വോയിസ് എടുക്കുന്നതിലുപരി ആ വ്യക്തിയുടെ മുന്നിൽ എടുക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. അതെ. അത് അൺഎക്സ്പെക്റ്റഡ് സംഭവിച്ചോട്ടെ. പുള്ളി സ്റ്റേജിൽ വന്ന് അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇനി അടുത്ത വോയിസിന് വേണ്ടി വെയിറ്റിംഗ്. അതിന് മുമ്പായിട്ട് ഈ പ്രാക്ടീസ് സമയമൊക്കെ എങ്ങനെയാ? ഒരു ദിവസം എഴുന്നേറ്റ് പൊട്ടി വീണ് മുളയ്ക്കുന്നതല്ലല്ലോ സൗണ്ട്. അത് നമ്മൾ ഓരോ വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ട്രൈ ചെയ്യും. പക്ഷെ ഇപ്പം നമുക്ക് എന്താ പറയുക, ഈ ഡബിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനും കൂട്ടുകാരുള്ള സമയത്തൊക്കെ നമ്മുടെ ആ ഒരു ഗ്യാങ് ഉള്ള സമയത്തുള്ള പ്രാക്ടീസ് ഒക്കെ. അപ്പോൾ ഈ ചുമ്മാ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇവന് വട്ടാണോ എന്ന്? അങ്ങനെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ റബ്ബർ തോട്ടൊക്കെ ഉണ്ടല്ലോ, അതിന് കൊണ്ടിരുന്ന് ഇങ്ങനെ ചിന്തിക്കാറ്. നമ്മളിപ്പോൾ സാധാരണ ആൾക്കാർ അന്നൊക്കെ സുരേഷ് ഗോപിയൊക്കെ ആണല്ലോ, സുരേഷേൻ്റെ സൗണ്ടൊക്കെ എടുക്കുമ്പോൾ ആൾക്കാർ പോവും ആ വഴി പാസ് ചെയ്ത്. അപ്പോൾ വോയിസ് കുറയ്ക്കും. അപ്പം വളരെ സന്തോഷം അങ്ങ് പോകുമ്പോൾ ഇവന് ഒരു ദിവസം കേട്ടു പുള്ളി ഒരാൾ കേട്ടു.
ഇവനെന്തോ മാനസിക പ്രശ്നമുണ്ട്, കാരണം ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രം റബ്ബർ തോട്ട് ചേട്ടൻ കണ്ടിട്ടില്ലേ? കാരണം പാഷനായിട്ടേ. അന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നല്ലേ? അന്നറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഇത് ചിലർക്കൊക്കെ അറിയാം, നാട്ടിലൊക്കെ നമുക്ക്. ഇനി തുടക്കമല്ലേടാ, ഇനി അങ്ങോട്ട് അറിയാൻ പോവല്ലേ. ഇപ്പം ശ്രീകണ്ഠൻ നായരുടെ വോയിസ് എടുത്തു. ഈ ചില ആളുകൾ മിമിക്രി ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, കണക്റ്റായിട്ട് ചെയ്യും വോയിസ്. അങ്ങനെ ശ്രീകണ്ഠൻ നായരിൽ നിന്ന് വേറെ വോയിസ് ചേഞ്ച് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ ശ്രീകണ്ഠൻ നായർ സാറിന്റെ വോയിസ് പോലെ തന്നെ ഒരു സാമ്യമുള്ള വോയിസാണ് ആറാട്ടണ്ണന്റെ വോയിസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണക്ഷൻ കൊടുക്കാം, ബാക്കി ചോദ്യങ്ങൾ ആറാട്ടണ്ണോട് ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ശ്രീകണ്ഠൻ സാറ് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഗതം ചെയ്യാം ശ്രീകണ്ഠൻ നായർ സാർ. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പല ആളുകളും ഓട്ടത്തിലാണ്, പല ആളുകളും പല രീതിയിൽ ഓട്ടത്തിലാണ്. അപ്പോൾ ആ ഓട്ടം എനിക്ക് പിടിക്കുന്നില്ല, കാരണം ഞാൻ പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പല ആളുകളെ പഠിച്ചിട്ടുണ്ട്, എന്നെ പറ്റിച്ചിട്ടുണ്ട്, പല ലേഡീസിനെ പറ്റിച്ചിട്ടുണ്ട്. ആറട്ടണനെ പറ്റിക്കാനായിട്ട് ആറട്ടൺ നിന്ന് കൊടുത്തിട്ടല്ല. ഞാൻ 6ാം ക്ലാസ് മുതൽ പല ലേഡീസ് ഇഷ്ടം വളർത്തിട്ടുണ്ട് ഉള്ളതാണ്. പക്ഷെ അവരൊന്നും എന്നെ ഇപ്പം ഇഷ്ടമല്ല. അതിന്റെ കാരണം എന്തുവാ? കാരണം ഞാൻ പരിപാടി നിർത്തി. കാരണം അവർക്ക് ആവശ്യം സൗന്ദര്യമാണ്. ആറട്ടണ്ണന് സൗന്ദര്യം ഉണ്ടല്ലോ. എനിക്ക് 2 PhD ഉള്ള ആളാണ്. 2 PhD ഉള്ള ആളാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ തിയേറ്ററിൽ പോകണം, സിനിമ കാണാൻ പോകണമല്ല. ആറട്ടണ്ണനെ ഫെയിം ആക്കിയത് മറ്റാരില്ല, ആറട്ടണ്ണൻ തന്നെ ആയത് അല്ലേ? ആദ്യമായിട്ട് റിവ്യൂ കൊണ്ടുവന്ന് ഞാനാണ്. റിവ്യൂ കൊണ്ട വ്യക്തി ഞാനാണ്. അപ്പൊ ഈ അലിൻ ജോസ് പെരേരയൊക്കെ ആറട്ടണ്ണനെ തകർക്കുമല്ലേ? അലിൻ ജോസ് പെരേര എനിക്ക് കോമ്പറ്റർ അല്ല. അലിൻ ജോസ് പെരേര സെഗ്മെന്റിന് കോമ്പറ്റർ അല്ല. അലിൻ ജോസ് എന്നെ കണ്ട് വന്ന ആളാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഇപ്പൊ ആറട്ടണ്ണനെ എല്ലാരും കൂടെ ചവിട്ടി അങ്ങ് ഇട്ടല്ലോ. എന്റെ ഫാൻസേർ ചവിട്ടിയിട്ടുണ്ട്. നമുക്ക് സെലക്റ്റീവ് ആണ്, പക്ഷെ ലാലറ്റ് സെലക്റ്റീവ് അല്ല. ലാലറ്റ് ഫാൻസ് ലാലറ്റ് ചതിക്കുകയാണ്. അതെങ്ങനെ ആറട്ടണ്ണന് തോന്നി? കണ്ടിട്ടുണ്ടോ? ഞാൻ ശരിക്കും ലാലറ്റ് ഫാൻ ആയിരുന്നു. ലാലറ്റ് ഫാൻസ് ചെയ്യുന്ന ചതിയാണ്. ആറട്ടണ്ണന് സങ്കടമില്ല? ആറട്ടണ്ണ എനിക്ക് സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. ഉള്ളിൽ കരയാണ്. വല്ലാത്തൊരവസ്ഥ ഇതല്ലേ. ഞാൻ സത്യം പറഞ്ഞ ലേഡീസുമായിട്ട് പരിപാടി നിർത്തി. ഞങ്ങൾ ചോദിക്കാതിരിക്കുക. ഇനി ഒരു കല്യാണം ഉടനെ കാണും ആറട്ടണ്ണന്? കല്യാണം ഇപ്പം എനിക്ക് ലേറ്റസ്റ്റ് ഒരാൾ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ആരെയാ? എനിക്ക് മീനെ ഒരുപാട് ഇഷ്ടമാണ്. മീനയോട് ഞാൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എല്ലാ നടിമാരോട് ഇത്രമേൽ ഇഷ്ടം തോന്നാനുള്ള കാരണം എന്തോ? ജെനുവിൻ ആണോ അത്? ഇഷ്ടം ചില സിനിമാക്കാർ ഇഷ്ടം തോന്നുന്നത് ബോൾഡാണ്. മഞ്ജുവാരൊക്കെ ബോൾഡാണ്, മീൻ ബോൾഡാണ്. അപ്പം അതുകൊണ്ട് ഇഷ്ടം തോന്നാൻ കാരണം. വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങി, ആറട്ടണ്ണന്റെ ഒരു റിവ്യൂ കേൾക്കാവോ? വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമയാണ്. കാരണം പ്രണവും ധ്യാനം ഉപയോഗിച്ച് പല വിൻറ്റേജ് ലാലേട്ടൻ കാണാൻ പറ്റി. പഴയ ലാലേട്ടൻ കാണാൻ പറ്റി. നല്ല സിനിമയാണ്, ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ ഫുൾ മ്യൂസിക് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതുവരെ പഠിത്തം പഠിച്ച് തീർന്നില്ല ആറട്ടണ്ണ? ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർത്തുന്നില്ല. ഇതൊക്കെ ഒരു പാഠമാണ്. ഒത്തിരി പാഠം കിട്ടിയിട്ടുണ്ട്. സിനിമയെക്കുറിച്ചൊരു പുതിയ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒന്ന് ചേഞ്ച് ആവാൻ പറ്റും ഈ വോയിസിൽ നിന്ന്? ഇങ്ങനെ ചേഞ്ച് ആയി നമ്മൾ ഇപ്പോൾ ആറാട്ടണ്ണം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര കാര്യമാണ്. അങ്ങനെയാണ് ആറാട്ടണ്ണം പറഞ്ഞ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹം നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളാണ് അല്ലേ? ആറാട്ടണ്ണനോടൊന്ന് സാറ് ചോദ്യം ചോദിച്ചേ. ആറാട്ടണ്ണ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ റിവ്യൂ പറയുന്ന വ്യത്യസ്തം. ഇപ്പം പല അശ്വൻ കോക്കുണ്ട്, അതുപോലെ ആറാട്ടണ്ണുണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ ആറാട്ടണ്ണൻ്റെ ഒരു നിഷ്കളങ്കത മുഖത്തുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആ നിഷ്കളങ്കത സത്യം പറഞ്ഞാൽ ജനിച്ചാലുള്ള നിഷ്കളങ്കതയാണ്. പല ആളുകൾ നിഷ്കളങ്ക ചൂഷണം ചെയ്യുന്നുണ്ട്. എന്നെ ഇടിച്ചിട്ടുണ്ട്, ഫാൻസിനെ ഓടിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോനെ അത് സൗണ്ട് ഒരുപോലെ ആയതുകൊണ്ടാട്ടോ. അല്ല, അത് നീ കണ്ടെത്തുന്നതിന്റെ കഴിവാ. അതെ. അത് മറ്റാർക്കും സമ്മതിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ആറാട്ടണ്ണോടെ ഇനിയിപ്പോൾ ചൂടായി ഭയങ്കര നാനന്തോടെ ഇങ്ങനെ കാണിച്ച് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ അപ്പൊ ടോൺ മാറുമോ? അപ്പോൾ ടോൺ മാറും. പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ ആറാട്ടണ്ണനോട് ഞാൻ ദേഷ്യപ്പെട്ട് നോക്കാം. അപ്പൊ ടോൺ മാറുമ്പോൾ കാണാം. അതെ. ആറാട്ടൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. പലരും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഒരുപാട് സെലക്റ്റീവാണ് ആളുകളാണ്. നിനക്ക് പൈസ വന്നിട്ടാണോ റിവ്യൂ പറയിപ്പിച്ചത്? അമ്മായിപ്പനോട് പൈസ വാങ്ങിയതാ. ഞാൻ പൈസ വാങ്ങാറില്ല. ആര് പറഞ്ഞു പൈസ വാങ്ങിയില്ല? നിനക്ക് പൈസ തന്നിട്ടാ നീ റിവ്യൂ കയറിയത്? അന്തസ്സായിട്ട് റിവ്യൂ പറയുന്നതാണ്. നീ ഒരു അന്തസ്സും ഇല്ല. എന്റെ ടിക്കറ്റ് അടിച്ചു പൈസ തിരിച്ചു നീ. എന്റെ ടിക്കറ്റ് അടിച്ചു മാറ്റി. ഏത് ടിക്കറ്റ്? എന്റെ ഗേൾഫ്രണ്ട് അടിച്ചു മാറ്റി. ഏത് ഗേൾഫ്രണ്ട്? ഗേൾഫ്രണ്ട് അടിച്ചു മാറ്റിയാണ്. 3 ഗേൾഫ്രണ്ട് അടിച്ചു മാറ്റി. ചെബുക്കൽ അടിച്ച് പറയും കേട്ടോ. റോസ്മേരി, കട്ടപ്പന റോസ്മേരി അടിച്ചു മാറ്റിയാണ്. എന്നാ അവിടെ വിളിക്കും നീ. എന്റെ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ആളടിച്ചു മാറ്റിയാണ് ഈ വ്യക്തി. ചീറ്റിംഗ്. ശരിക്കും ചീറ്റിംഗ് ആണ് ചെയ്തത്. കോമഡി ഉത്സവത്തിൽ ചെയ്തേ ടിനിച്ചേട്ടൻ്റെ മുന്നിലേ. അപ്പൊ ടിനിച്ചേട്ടൻ പറഞ്ഞു ആറട്ടണ്ണ സംഭവങ്ങളാണോ അടിച്ചു മാറ്റിയ ആളാണ്. പിന്നെ പുള്ളി വേണ്ടിയില്ല. അങ്ങനെ 2 വോയിസ് 2ൽ നിന്ന് 4 ആക്കി. ആ 4ഉം ഒന്നും പറയാനില്ല. ഇനിയും പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുവാടാ. ഏറ്റവും കൂടുതൽ നീ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആരെയും ഇത് കേൾപ്പിക്കുന്നത്? ഞാൻ ഗണേശേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഗണേഷ് എന്ന് വെച്ചാൽ പുള്ളിയുടെ വോയിസേ നമ്മൾ ചെറുപ്പത്തിൽ പണ്ട് ആൾക്കാരെ കിടക്കുന്നു ഉണ്ണിത്താഞ്ചേട്ടൻ വല്ലതും പറഞ്ഞോ പഴയ സാധനം സിനിമയിലുള്ള വോയിസ് എല്ലാവരും കിടക്കുന്നതാണ്. അതിനുശേഷം പിന്നെ ഗണേശേട്ടൻ്റെ ഒരു സംഭവം
പുള്ളി ഒരു റിയൽ സാധനമുണ്ട്. അത് എടുത്തതിന് ശേഷം പുള്ളി എന്നെ വിളിച്ചു, ലൈവ് വിളിച്ചു. പുള്ളിയെ കണ്ടു, പുള്ളിയെ പോയി സംസാരിച്ചു, അതൊക്കെ ഉണ്ട്. മകേഷിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഉള്ള സംഭവമാണ്. അതെ. അപ്പം മകേഷിനെ പുള്ളി സാധാരണ സംസാരം, പുള്ളി ലൈവ് സംസാരിക്കുമോ, ഞാൻ ഗണേഷ് ചേട്ടനാണ്, പുള്ളി സംസാരിക്കുക. അപ്പോൾ ഗണേഷ് കുമാർ ലൈവായിട്ട് അങ്ങനെ സംസാരിക്കും, നമുക്ക് കേൾക്കാം. കേൾക്കാം. എന്തൊക്കെയുണ്ട്, സുഖമാണോ? സുഖമായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം താങ്കളുടെ ഒരു സംഭവം കണ്ടു കേട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടു. അത് നമ്മുടെ ഒരു പയ്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഭയങ്കര നല്ല, ഞാൻ അഭിപ്രായം പറയുണ്ടായി. ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെയാണ് എന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്? പലരും പറഞ്ഞു ഇങ്ങനെ അനുകരിക്കുന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ. ഞാൻ കഴിഞ്ഞ ദിവസം മകേഷിൻ്റെ വീട്ടിൽ നിന്ന് മകേഷാണ് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു, ഒന്ന് കാണണമെന്നൊക്കെ ഇങ്ങനെ പറയുണ്ടായി. ഇപ്പം കേട്ടത്, ഇപ്പം ഗണേഷ് കുമാർ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ സംസാരിക്കുന്ന ലൈവ് വോയിസ്. ഇനി അതൊരു രാഷ്ട്രീയത്തിലോട്ട് പോയി കഴിയുമ്പോൾ മാറ്റം എങ്ങനെ ആയിരിക്കും? അത് മാറ്റം പറഞ്ഞാൽ പുള്ളി കുറച്ചും കൂടി ഒരു ഗൗരവം, കുറച്ച് ചാനലുകാരൊക്കെ വന്നിരിക്കുന്നു. പുള്ളിയുടെ ആ ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു പവറെല്ലാം പുള്ളി കാണിക്കും. അല്ല, അതെല്ലാം മാറ്റും. ആ ഒരു സംഭവം എല്ലാം മാറ്റും, കേരളത്തിലെല്ലാം മാറ്റും. കാരണം വേറൊന്നുമല്ല, കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല, ഒന്നാമത്തെ സത്യം. പലർക്കും ലൈസൻസ് ഉണ്ട്, അതെങ്ങനെ എടുത്തെന്നുള്ള അറിയില്ല. ഞാൻ ദുബായിൽ പോയി ലൈസൻസ് എടുത്തവനാ, ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പോൾ ദുബായിലത്തെ നിയമം ഇവിടെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ദുബായിലത്തെ നിയമം അതിനും വലിയ നിയമം കൊണ്ടുവരണം. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ എല്ലാവരും എച്ചെടുക്കുന്നുണ്ട്. ആ എച്ചെടുക്കുന്ന പരിപാടിയെല്ലാം മാറ്റും. എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ അക്ഷരങ്ങളും റോഡിലൂടെ നമ്മൾ എടുക്കണം. കാരണം ഇഞ്ചുകൂടി സംവിധാനം അത് മാറ്റും. സ്കൂളിലുള്ള പിള്ളേർ മുഴുവൻ സ്ലേറ്റ് കൊണ്ട് എ മുതൽ പഠിക്കുന്നവർ അതൊക്കെ മാറ്റി റോഡിലൂടെ നമ്മൾ സംഭവങ്ങളും ചെയ്യും. ഇതുപോലെ നിയമത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ഗണേശ? നിയമത്തിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മുടെ സീനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ, അവർക്കൊക്കെ ഇഷ്ടമായി. അത് എൻ്റെ ദൗത്യം ഭയങ്കര വിജയമായിട്ടെന്നുള്ളത് പറഞ്ഞു. കാരണം പിന്നെ വേറൊന്നുമല്ല, KSRTC ഒരു മാറ്റം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് മാറ്റം? കാരണം KSRTC ഡ്രൈവർമാർ അവർക്ക് ആർക്കും വിശ്രമമില്ല. അവർ ഫുൾ ടൈം വണ്ടി ഓടിക്കുക. കാസർഗോഡ് നിന്നൊരു വണ്ടി പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം രാവിലെ നേരം വെളുത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കട്ടിലും കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. അവർ ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കും. അത് വേറൊരു സംവിധാനം. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിലൊരു സംഭവം ഇല്ല. അത് ഞാനായിരിക്കും കൊണ്ടുവരുന്നത്. അതുപോലെ അവിടെ കയറുന്നവർക്ക് ഉച്ചക്കഞ്ഞി ഉള്ള സംവിധാനം വണ്ടിയിൽ, ബസ്സിനകത്ത് ഉച്ചക്കഞ്ഞി, മുട്ട, നിങ്ങളെ പോഷകാഹാരം. ഹോട്ടൽ ഉൾപ്പെടെ ആ ബസ്സിനകത്ത് വേണം. എനിക്ക് തിയേറ്റർ വേണമെന്നുള്ള ആഗ്രഹം. കാരണം വണ്ടി ചെയ്യുന്ന ആൾക്കാർ ഹെഡ്സെറ്റ് വെച്ച് ഫോൺ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. തിയേറ്റർ നമ്മളൊരു വലിയൊരു തിയേറ്റർ അതിനകത്ത് കൊണ്ടുവരും. PVR പോലൊരു തിയേറ്റർ നമ്മൾ എന്തായാലും കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ റോഡിനെ പറ്റി എന്തോ പറയാനുള്ളത്? റോഡ് ഗട്ടർ പറഞ്ഞ റോഡെല്ലാം മാറ്റും. ആ ഗട്ടറുള്ള വട്ടമില്ലേ, അത് വലുതാക്കും. എന്നിട്ട് അതിൻ്റെ അടിയിക്കട മുഴുവൻ നമ്മൾ അറിയിക്കും. ഞാൻ ഒരു നമ്മൾ കുതിരാൻ തുരങ്കം പോലും തുരങ്കം വേണമെന്ന് ആഗ്രഹമാണ്. കാരണം കൊല്ലത്ത് നിന്ന് പത്തനാപുരം വഴി ഒരു തുരങ്കം നേരെ കാസർഗോട്ടേക്ക് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. കാരണം അതെല്ലാം നടത്തും, കാര്യങ്ങളെല്ലാം നടത്തും. എൻ്റെ മോനെ എന്തുവാടാ പറയുന്നത്, വാക്കുകളില്ല കേട്ടോ. ഇനി വേറെ സാധനമുണ്ട് പുള്ളിയുടെ. ഇനി പുള്ളി പോകാൻ നേരത്തെ സാറേ സീരിയസ് ആയിട്ട് ചോദിക്കുന്നത് മാറ്റം വരുമെന്ന് ചോദിക്കണേ. ഓക്കെ. ഇപ്പം അതായത് രാഷ്ട്രീയത്തിന് കേട്ട് ഇനി മീഡിയയുടെ മുന്നിലുള്ള അതല്ല ഓക്കെ എന്നല്ല. അപ്പോൾ ശരിയല്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഇതൊക്കെ പ്രാബല്യത്തിലാവും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണ്ടേ. നിയമസഭയിൽ ഷാഫിയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളല്ല, അതെല്ലാം നടത്തും. പിന്നെ എന്തിനാ ഈ മാധ്യമത്തിന് മുന്നിൽ ഇങ്ങനെ പറയുന്നത്? മാധ്യമത്തിന് മുന്നിൽ കാര്യം അത് വേറെ ഒന്നുമല്ല. ഇപ്പം പറഞ്ഞാലേ കാര്യം പിന്നെ നടക്കുള്ളൂ. കാരണം ഇപ്പം പറയുന്ന കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ ദൗത്യം ഞാൻ നിറവേറ്റും. അത് തന്നെ. ഇപ്പം 3 ടൈപ്പ് വേരിയേഷൻ നമ്മൾ ഗണേശൻ്റെ. ഇനിയിപ്പോൾ ഗണേഷ് കുമാറിന്റെ വേറെ വേരിയേഷൻ ഉറങ്ങുന്ന സമയത്ത് വിളിക്കുകയാണെങ്കിൽ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫോൺ വിളിക്കാം. രാത്രി വിളിക്കുക. വിശ്രമമൊന്നും ഇല്ലാതെ വർക്ക് ചെയ്തിട്ട് ഉറങ്ങുന്ന 2 മണി അങ്ങ് വെക്കാം. പുള്ളി വളരെ കാമായിട്ട് സംസാരിക്കും. ഗണേഷ് ചേട്ടാ. ഹലോ ഗണേഷ് ചേട്ടാ നമസ്കാരം. അജിനായിരുന്നേ. അജിൻ ഇവിടെ നമ്മുടെ ഇവിടെ പത്തനാപുരം അടുത്തുള്ള അജിനാണോ? അല്ലല്ല, വെറൈറ്റി മീഡിയയില്. വെറൈറ്റി മീഡിയ. ഞാൻ പറഞ്ഞു ഞാൻ ഉറക്കമായിരുന്നു. കാരണം രാത്രി 1 മണിക്ക് വിളിക്കും. ഗണേഷ് ചേട്ടാ ഞാൻ ഒത്തിരി നേരത്തെ ആയി പോയാ വിളിച്ചതാ? അല്ല കുഴപ്പമില്ല, കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ 10 മണിയായി. നേരം വിളിക്കാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഞാൻ രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്. നല്ല ക്ഷീണമാണെന്ന് തോന്നുന്നു. ചെറിയ ക്ഷീണമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര പോയിട്ട് വന്നതാണ്. കാരണം ഞാൻ പുതിയൊരു ദൗത്യത്തിൻ്റെ ആവശ്യമായിട്ട് സിംഗപ്പൂർ പോയതാണ്. ഓക്കെ. ഇനി സിംഗപ്പൂരിൻ്റെ ഇവിടെ കൊണ്ടാക്കാനാണോ ഇനി നാട്ടിലോട്ട്? ഞാൻ ഇവിടുന്ന് നേരെ സിംഗപ്പൂർ പോയിട്ട് അവിടുത്തെ ദൗത്യം എന്താണെന്ന് വെച്ചിട്ട് ഇവിടെ പോരാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗണേഷ്. ഓക്കെ നാളെ കാണാം. അടിപൊളി. അതായത് ഉറങ്ങുമ്പോഴും പുള്ളിയുടെ ക്യാരക്ടർ മാറുന്നില്ല. വോയിസിലുള്ള കയറ്റവും ഇറക്കവും മാറും. അതായത് പുള്ളിയുടെ ഒരു സിമ്പിൾ. ഇപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ മുകേഷേട്ടനെ കുളിച്ചുള്ള അവസ്ഥ അറിയാലോ. അതെ. പക്ഷേ ഗണേശേട്ടൻ അങ്ങനെയല്ല, വളരെ സൗമ്യമായിട്ട്. ശരിക്കും വലിയ ഒരു അനുഗ്രഹം തന്നെ കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ അവരെ കേൾപ്പിച്ചോണ്ട് ചെയ്യുമെന്ന് വെച്ചാൽ വലിയൊരു അനുഗ്രഹം. ബോച്ചെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ പുച്ഛിച്ച് തള്ളി കളിയാക്കി ട്രോളി ഇന്ന് ആ ബോച്ച് എത്തി നിൽക്കുന്നത്
എല്ലാവരും ഇഷ്ടം നേടി. Conquer the world with love. Love you everybody. ഓഹോ, അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബോച്ച ചെയ്യാം. ബോച്ചയുടെ ഓൾഡ് വേണം, പഴയ ബോച്ച വേണോ, പുതിയ ബോച്ച വേണോ? ആദ്യം പഴയ ചെയ്തോ. പഴയ ബോച്ച, ട്രോൾ ബോച്ച. ട്രോൾ ബോച്ച. ട്രോൾ ബോച്ചയുടെ സൗണ്ട് ആട്ടോ. ബോച്ച നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് സുഖാണോ? ബോച്ച ഇപ്പൊ ഒരുപാട് ട്രോളുകളി ബോച്ച. അതെ. മാരീഡ് ആണോ? നല്ല തഴമ്പുണ്ടല്ലോ. അതല്ലാ തന്നെ ബോച്ച ആപ്പിലൂടെ കളിച്ച് 1 ലക്ഷം രൂപ നേടിയല്ലേ? അതെ. തഴമ്പ് കണ്ടപ്പോ മനസ്സിലായി. കാരണം ഒരു കളിക്കാരൻ, നല്ലൊരു കളിക്കാരൻ സംഭവമാണ്. ബോച്ച എങ്ങനെയുണ്ട്? ബോച്ചയുടെ കളികളൊക്കെ? എന്റെ കളി നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ അത് ഈ ആപ്പിലൂടെ കളിക്കണം, അല്ലാതെ വിടുവാണോ? ആപ്പിലൂടെ ഉണ്ട്, അല്ലാതെ ഉണ്ട്. എനിക്ക് കാലിഫോർണിയയിലൊരു ഗേൾഫ്രണ്ട് ഉണ്ട്, ജൂലിയറ്റ്. സ്ഥിരം കാണും, ഞങ്ങള് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കും. അങ്ങനെയാണ്. എനിക്ക് മൊത്തം 10 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ബോച്ച ഇപ്പൊ ഒത്തിരി ഗേൾ ഫ്രണ്ട്സ് ആയാലും ഇത് ശരീരത്തിന് പ്രശ്നമല്ലേ? ശരീരത്തിന് പ്രശ്നമല്ല, കാരണം അത് അവര് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള അനുസരിച്ചല്ലേ. താങ്കളുടെ അജിൻ എന്നല്ലേ പേര്? എനിക്ക് അജിന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ എന്റെ ഗേൾ ഫ്രണ്ട്സാ. അതെ. അടിപൊളിയാണ്. അപ്പൊ ഇത് പഴയ ബോച്ച. ഇനി ട്രോൾ ബോച്ചയിൽ നിന്ന് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നൊരു ബോച്ച. ശരിക്കും ഒരു ഒന്നര മാറ്റമായി പോയല്ലേ? എനിക്ക് സത്യം പറഞ്ഞത് ഇത് കാണുമ്പോൾ ഒരു ആവേശമായി പോയി. നീ ഒന്ന് ഓർത്ത്, AC-ക്കകത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യൻ, പൈസ കൊണ്ടെല്ലാം നേടുന്ന മനുഷ്യൻ വെയിലത്ത് നിൽക്കും. ആർക്ക് വേണ്ടി? ഒരു സാധാരണക്കാരനായിട്ടാണ് നമ്മളെപ്പോൾ ഒരു നമ്മളായിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. അത്ര നമ്മൾ നിൽക്കുവോ? നീ പറ. ഒരിക്കലും നിൽക്കത്തില്ല. അപ്പൊ അത്രയും ഒരു വലിയ മനുഷ്യൻ കാണിച്ച വലിയ മനസ്സിന് നീ കൊടുക്കുന്ന ഒരു സമ്മാനം, ബേസിലെ സമ്മാനം ബോച്ചയുടെ ഇപ്പോഴത്തെ വോയിസ് അല്ലേ? ഇപ്പോഴത്തെ വോയിസ്. ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബോച്ചയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീമിന് വേണ്ടി നടത്തിയ ഒരു യാചകയാത്ര, അത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി. നമ്മളൊരു ഉച്ച സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കാസർഗോഡ് എത്തിയപ്പോൾ ഒരുപാട് കേരളീയ ജനത അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ അമ്മ 1 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ ഒരു ക്രിസ്ത്യാനിക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ ഒരു കുഞ്ഞുകുട്ടി എന്തിനാവശ്യത്തിന് വേണ്ടി ശേഖരിച്ച് വെച്ചൊരു കുടുക്ക പൊട്ടിച്ച് ഒരു 4000 രൂപ നമ്മുടെ ഈ ഒരു ഫണ്ടിലേക്ക് ഇട്ടു. അതാണ് ഒരു അഭിമാനം എന്ന് പറയുന്നത്. കാരണം മലയാളികൾ ഒന്നിച്ചാൽ ഈ ലോകം മുഴുവൻ കീഴടക്കാം, നമ്മുടെ മനസ്സ് കീഴടക്കാൻ പറ്റും. ബോച്ച അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്തെ ബോച്ച ഇറങ്ങി തിരിച്ചു, മലയാളികൾ ഇറങ്ങി തിരിച്ചു. അതെ, ബോച്ച ഇറങ്ങി തിരിക്കാൻ നേരത്തെ ചിന്തിച്ചിരുന്നു അത്ര ഒരു എമൗണ്ട് കൊടുത്ത് രക്ഷിക്കാൻ പറ്റുമെന്ന്? അല്ല, അങ്ങനെയല്ല. നമ്മളൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോൾ എന്തായാലും ഞാൻ കൊടുക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഈ മാസം അവസാനം നമ്മുടെ ബോച്ച ടീ അനൗൺസ് ചെയ്യുകയാണ്. അപ്പം അതിനകത്തുനിന്ന് നമ്മളൊരു സംഭവം കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെയായാലും മലയാളികൾ ഒന്നിച്ചാൽ അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസം എന്നെ എത്തിച്ചു. വേറെ എന്ത് കാര്യത്തിലും മലയാളികൾ രണ്ടാണ്. ഒരാവശ്യം വന്ന മലയാളികൾ ഒന്നാ. അല്ല, ഇവിടെ ജാതി മതമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ 34 കോടി രൂപ ഇറക്കി. നമ്മളിപ്പം അബ്ദുൾ റഹീമിനെ നമ്മൾ ഉമ്മ പാത്തുവിനെ ഏൽപ്പിക്കണം. അങ്ങനെ അതുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, അബ്ദുൾ റഹീമിനെ ചുമ്മാ കൊണ്ടുവന്നിട്ട് നമ്മൾ വഴിയാധാരാക്കാൻ പാടില്ല. അബ്ദുൾ റഹീമിന് ഒരു ജോലി വേണം. അപ്പം ഞാൻ ചോദിച്ചു, ഒരു രാജകീയമായിട്ട് എൻ്റെ റോൾസ് റോയ്സ് ഓടിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് വേണ്ട, ഇത്രയും നാളൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട ആളല്ലേ. ഈ മാസം അവസാനം ബോച്ച ടീ നമ്മൾ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യാണ്. അതിലേക്ക് നമ്മൾ അബ്ദുൾ റഹീമിനെ നിർത്താമെന്ന് വിചാരിച്ചു. ബോച്ച, ഞങ്ങൾക്കൊക്കെ ബോച്ച ഒരു അഭിമാനം കേട്ടോ. താങ്ക് യു. Conquer the world with love. Love you everybody. ബോച്ച മനസ്സുകൊണ്ട് ലോകം കീഴടക്കും. അടിപൊളി. അങ്ങനെ ബോച്ചയുടെ കണ്ടു. ബോച്ചയെ കണ്ടു. അത് ഭയങ്കര കോമഡിയാ. ഈ ബോച്ച നല്ലൊരു മനുഷ്യനാണ്. ഈ ട്രോളി കാണുന്ന മനുഷ്യനല്ല ബോച്ച. ഞാൻ വിചാരിച്ചു ഇയാളൊരു കോമഡി പീസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ അങ്ങനെ വിചാരിച്ചു, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷെ പുള്ളി എടുത്ത് പുള്ളി നമ്മുടെ കോമഡി ഉത്സവത്തിൽ തന്നെ അവതരിപ്പിച്ച പുള്ളിയെ വിളിച്ചു കേട്ടോ. പുള്ളിയുടെ PA ഷാരൂഖ് എന്ന് പറഞ്ഞ ആൾ വിളിച്ചിട്ട് പുള്ളിയുടെ അടുത്ത് ഇവിടെ നമ്മുടെ നായരമ്പലത്തിൽ ഒരു ടോഡി പബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ബോച്ചയുടെ കള്ള് ഷാപ്പ്. പുള്ളി പറഞ്ഞു അത് ഇനാഗുറേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്വന്തമായിട്ട് നമ്മളിപ്പോൾ ഡബ്ബിങ് കൂടാതെ നമുക്കൊരു ബിസിനസ് ക്രേസ് ഉണ്ട്. ഒരു കഞ്ഞിക്കട തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കള്ള് കുടിച്ചാൽ നിർബന്ധമായും കഞ്ഞി കുടിക്കണം എന്ന ടാഗ് ലൈനെ കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ കൂടെ ഉള്ളിടത്തിന് കഞ്ഞി വയ്ക്കാമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ചെന്നത്. ഭവാനി കഞ്ഞി, അങ്ങനെ പല ടൈപ്പ് കഞ്ഞികൾ. പക്ഷേ ഇവന് കഞ്ഞി വയ്ക്കാൻ ശരിക്കും അറിയില്ലായിരുന്നു. ഈ കഞ്ഞി സത്യം പറഞ്ഞാൽ ഗ്യാസ് അടി പിടിച്ചിട്ട് കഞ്ഞി പോയി. അപ്പോൾ ഓൾറെഡി പുള്ളി നമുക്ക് വേണ്ടി 10,20,000 മുടക്കിയായിരുന്നു. അപ്പോൾ ഈ കഞ്ഞി പോയി കഴിഞ്ഞിട്ട് എങ്ങനെയും ഊരണല്ലോ സാറേ, കഞ്ഞി അടി പിടിച്ചു. പുള്ളി അത് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റുമോ? കഞ്ഞി അടി പിടിച്ചു സാറേ, അതിന് രക്ഷയില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, ബിസിനസ് അല്ലേ. ബിസിനസ് ഒന്ന് പോയാൽ നമുക്ക് മറ്റൊന്ന് പിടിക്കാം. ഒന്നുകൂടെ നിങ്ങളിട് കഞ്ഞി ഇട് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് പെട്ടുപോയി. സാറേ വേറെ എന്താ സാറേ, ഞങ്ങൾക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല, അപ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ പറ്റും സാറേ, വേറെ എന്തെങ്കിലും. എന്നാൽ കുഴപ്പമില്ല, അത് പൊക്കോളൂ, കുഴപ്പമില്ല. സാറിൻ്റെ പൈസ കുറേ 20,000. അല്ല, അത് പൈസയില്ലേ, അത് പൊക്കോട്ടെ, കുഴപ്പമില്ല. കാരണം
നമ്മൾ പൈസ കൂടുതൽ ഇടുമ്പോഴാണ് ബിസിനസ് നമ്മൾ ചെയ്താണ് പഠിക്കുന്നത്. അതായത് പൈസയോട് ആക്രാന്തമുള്ള ഒരു മനുഷ്യനല്ല. ഇല്ല, ഞാൻ വിചാരിച്ചു സാധാരണ 20,000 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറം നിൽക്കും. എടാ പൈസ അവിടെ എൻ്റെ കഞ്ഞിയുമില്ല പൈസയുമില്ല. പൈസ ഇല്ല, അവിടെ ഫുൾ ടൈം ജോലിക്ക് നിൽക്കും. പുള്ളി അങ്ങനെ പറഞ്ഞു. അത് നമ്മൾ ഞെട്ടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ലോകത്ത് നമ്മൾ ഈ നെഗറ്റീവ്സും കാണുന്ന ആൾക്കാരെല്ലാം പോസിറ്റീവായിട്ട് ആൾക്കാർ. നമ്മൾ കാണുമ്പോൾ നെഗറ്റീവ് അല്ലേ? എല്ലാവരും പോസിറ്റീവായിട്ട് ആൾക്കാർ. അത് തന്നെ. ബേസിൽ വോയിസ് ചെയ്യുന്നവരെല്ലാം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം നമ്മുടെ ജോസഫ് പുത്തമ്പലച്ചനെ കണ്ടിട്ടുണ്ട്. ജോസഫ് പുത്തമ്പലച്ചനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ പേര് ബേസിലേ ഉള്ളൂ. നോക്കാന്നല്ല, കണ്ടതാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണാം. ഓക്കെ, ജോസഫ് പുത്തമ്പലച്ചൻ ചോദിക്കുകയാണ്. അപ്പം എന്നെ ചോദിച്ചു ബ്രോ. അപ്പം അച്ഛൻ ബ്രോ ധ്യാനം കൂടാനോ എന്തെങ്കിലും വന്ന ആളായിരിക്കും. അപ്പോൾ ചോദിച്ചു. അച്ഛൻ ഒത്തിരി സന്തോഷം അച്ഛനെ കാണാൻ. ഒരുപാട് സന്തോഷം. ഞാൻ നിന്റെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ? അതെ. ഓക്കെ, നിന്റെ നോട്ടം കൂടെ ഞാൻ കണ്ടു. ഈ പ്രേമിക്കുന്ന സമയത്ത് ഈ പെൺകൊച്ചിൻ്റെ ദേഹത്തിൽ ചെറിയ മറുക് വന്നാൽ മതി. അതിനെക്കുറിച്ച് കാമുകൻ കവിത, കഥ, തിരക്കഥ, ഉപന്യാസം, ലാസ്റ്റ് സംവിധാനം വരെ ചെയ്ത് കളയും. കല്യാണം കഴിഞ്ഞു 6-7 മാസമായി. ഈ പെൺകൊച്ചിൻ്റെ ദേഹത്ത് വെള്ളപ്പാണ്ടി വന്നാൽ പോലും ഭർത്താവ് തിരിഞ്ഞ് നോക്കത്തില്ല. ഇന്ന് തേപ്പിൻ്റെ കാലഘട്ടം. പല ആളുകളെയും തേക്കുന്നുണ്ട്. നീ തേച്ചിട്ടുണ്ടോ? എന്നെ തേച്ചിട്ടുണ്ട്. ഉണ്ട്. ആ പെൺകൊച്ചിൻ്റെ പേര് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമില്ല. പല ആൾക്കും ധൈര്യമില്ല. നമ്മുടെ മനസ്സ് ശക്തിയില്ല, മനസ്സിന് ബലമില്ല. ആന്തരികമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അടഞ്ഞിരിക്കുക. അച്ഛൻ പ്രണയത്തെ എങ്ങനെ കണ്ടിട്ടുള്ളേ? ഞാൻ പല ആളുകളോടും പറയുന്നത് പ്രേമിക്കരുത് എന്നാണ് ഞാൻ പറയാറ്. കാരണം പ്രേമിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം പ്രണയം. ഒരു പെൺകൊച്ചിന് വേറെ പെൺകൊച്ചിനോട് പ്രണയം, ഒരു ആൺകൊച്ചിന് ഒരു പെൺകൊച്ചിനോട് പ്രണയം, അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ചേച്ചിയോട് പ്രണയം, ഫുൾ ടൈം പ്രണയമാണ്. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പ്, കുറേ ആപ്പുകളുണ്ടല്ലോ. ഡേറ്റിംഗ് ആപ്പ് അത് തന്നെ, പല ആപ്പുകളും ഡേറ്റ് ചെയ്യുന്ന ആപ്പുകൾ അല്ലേ? ഉണ്ട്. ഇപ്പോൾ പ്രണയത്തിന് തന്നെ പല ഫോർമുലകളുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇടവകയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പെൺകൊച്ച് പള്ളി നന്നായിട്ട് പാട്ട് പാടും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. പക്ഷേ പെൺകൊച്ചിന് അടുത്ത വീട്ടിലെ ഒരു അന്യമതസ്ഥനായ ചെറുക്കനുമായി പ്രണയം. പക്ഷേ പ്രണയിക്കും തെറ്റല്ല. ആ പ്രണയം സക്സസ് ആവുക, അതിലാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതെ, പ്രണയിക്കുന്നത് കാര്യമില്ല, അത് സക്സസ് ആവണം. അതെ, ഏത് പ്രായത്തിലുള്ള ആൾക്ക് മനുഷ്യനെ സ്നേഹിക്കാം, പക്ഷേ സക്സസ്ഫുൾ ഉണ്ടാവണം. അച്ഛന് ഇത്ര അറിവുകൾ കിട്ടുന്നത് എങ്ങനെയാ അച്ഛാ? എൻ്റെ അറിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് പോകുമ്പോൾ പല അറിവുകൾ നമുക്ക് കിട്ടും. കാരണം പല ആളുകളും നമ്മളോട് സംസാരിക്കും. അങ്ങനെ കിട്ടുന്ന അറിവുകളാണ്. കാരണം കൂടുതലും നമ്മൾ അറിവ് തേടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുട്ടിച്ചോറാകും. അതുകൊണ്ട് ഞാൻ അറിവ് തേടി പോകാറില്ല. അടിപൊളി ബേസിലെ. ഞാൻ ആദ്യം ഇന്റർവ്യൂ പറഞ്ഞ പോലെ അച്ഛനെ പെർഫെക്റ്റ് ആയിട്ട് വോയിസ് ചെയ്യുന്ന ഒരു വ്യക്തി ബേസിൽ മാത്രമായിരിക്കും. ബേസിൽ അതുപോലെ തന്നെ ഇപ്പം ഇത്രയും പേരെ വോയിസ് ചെയ്തു, കാണുന്ന പ്രേക്ഷകർ പറയും ഇവനേതാന്ന് ചോദിക്കത്തില്ല കേട്ടോ. ബാക്കിയുള്ള ഇന്റർവ്യൂവിൽ ചോദിക്കത്തില്ല ഇവനാരാ, ഇവനേതാ, അറിയില്ല. കമന്റ് വായിക്കത്തില്ലല്ലോ. ഏതൊരു മിമിക്രിക്കാരനോടും തൻ്റെതായ വോയിസിൽ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. പക്ഷെ ഒരു വ്യക്തിയെ ചെയ്യാൻ ഭയങ്കര പാടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോന്ന് ബേസിൽ പറ. ഷമ്മി തിലകൻ. അയ്യോ, ഷമ്മിച്ചേട്ടന് സത്യം പറഞ്ഞാൽ അസാധ്യ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ? അതെ, ഷമ്മിച്ചേട്ടൻ്റെ കാരണം ഷമ്മിച്ചേട്ടൻ ഉണ്ടാക്കി വെച്ചൊരു ലെവലുണ്ട്. അതിന് ഇനി ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ വോയിസ് ഒന്ന് കേട്ടാലോ? ഷമ്മിച്ചേട്ടൻ്റെ സിനിമയിലെ ഒരു സാധനമുണ്ട്. മറ്റേ നമ്മുടെ പ്രജ സിനിമയിലൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ. സക്കീർ ഭായ്, ഈ സൂറിന് താഴെയുള്ള സർവ്വ നെരുകടനാവും ബൽറാമന്. കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഹുസൈന്? കുതുകാല് വെട്ടാൻ പറ്റുമോ സക്കീർ ഹുസൈന്? ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതുകാല് വെട്ടാം, എന്തും. ഈ സൂറിന് താഴെയുള്ള സർവ്വ നെരുകടനാവും ബൽറാമന്. അങ്ങനെ സാധനം ഉണ്ടല്ലോ. പിന്നെ പുള്ളിയുടെ ഇന്റർവ്യൂ സാധനം, ഇന്റർവ്യൂവിൽ നിന്നും വ്യത്യാസം വരും അല്ലേ? ഇന്റർവ്യൂവിൽ കുറച്ചുകൂടെ ബേസ് ഇട്ട് സംസാരിക്കും. സാധാരണ സൗണ്ട് തന്നെ, കുറച്ച് ചിരിയൊക്കെ ഉണ്ട്. പുള്ളിയുടെ സാധനം ഞാൻ കാണിക്കും ലൈവായിട്ട്. ഷമി ചേട്ടാ, സുഹൃത്തുക്കൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? അല്ല, നമ്മുടെ ലൈഫിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണോ എന്ന് ചോദിച്ചാൽ അല്ല. മനസ്സിലായില്ലേ? ഞാൻ ഈ നസീർ സാറിന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, പ്രേം നസീർ സാറിന് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് നവോദയ പച്ച എന്തൊക്കെയോ വിഷയമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ സ്റ്റുഡിയോ ചെന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പയ്യന് ഡബ് ചെയ്യാനായിരിക്കും. മോണിറ്റർ നസീർ സാർ, നിങ്ങൾ ആ ഒരു വിഷ്വൽ ഓഫ് ചെയ്തിട്ട് സൗണ്ട് നോക്കിയോ, അത് ഷമ്മിയുടെ വോയിസാണ്. നസീർ സാറിന് ഞാനാണ് ഡബ് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, നമ്മുടെ നെപ്പോളിയൻ ചെയ്യുന്ന സമയം നെപ്പോളിയനെ ഡബ് ചെയ്ത് ഞാനന്നറിയാമല്ലോ ദേവാസുര സിനിമയിൽ. നെപ്പോളിയനെ ഡബ് ചെയ്തപ്പോൾ അതിനകത്ത് നെപ്പോളിയൻ പറഞ്ഞിരിക്കുന്നൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാറ് കത്തിയാൽ എനിക്കത് പുല്ല എന്നാണ്. പക്ഷെ അത് പിന്നീട് അത് എന്തൊക്കെയോ കാണിച്ച് പറഞ്ഞു അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം വന്ന് ഞാനത് ഡബ് ചെയ്തു. അതിങ്ങനെയാണ്, അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. നീല ഒരു കാറ് കത്തിയാൽ എനിക്കത് പുല്ല, മനസ്സിലായില്ലേ? ആ ഒരു സംഭവം അന്ന് പിന്നെ മാറ്റി, പിന്നീട് അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് സംഭവം. ശരിക്കും സൗഹൃദത്തിന് ഒരു വില കൊടുക്കുന്നുണ്ടോ? അല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സുഹൃത്ത് ബന്ധത്തിനൊരു ആഴം തോന്നിയത്
നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം. കാരണം ഞാൻ പാപ്പൻ്റെ സെറ്റ് വെച്ചാൽ തോന്നുന്നു സുരേഷ് ഒരു സ്വീറ്റ്സ് കൂടി തന്നു എനിക്ക്. അത് ഭയങ്കര ടേസ്റ്റ്. ഞാനങ്ങനെ സ്വീറ്റ്സ് ഒന്നും കഴിക്കാറില്ല, എനിക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഒന്നുകൂടെ കഴിക്കണമെന്ന് തോന്നി. എന്നിട്ട് വീണ്ടും സുരേഷിനോട് ചോദിച്ചു, സുരേഷ് ഒരെണ്ണം കൂടി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ നേരത്തെ ചോദിച്ചതല്ലേ. അങ്ങനെ പുള്ളി വൈകാരികമായിട്ട് പുള്ളി എന്തൊക്കെയോ പെരുമാറി. അതിനുശേഷം പുള്ളി പറഞ്ഞു, തിലകൻ ചേട്ടൻ്റെ മോനായതുകൊണ്ട് മാത്രം തരുക, ഞാൻ ഈ ഒരു സാധനം കൊണ്ടുതരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിലൊരു ആർട്ട്, അതായത് ആ പയ്യൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഈ പയ്യനിങ്ങനെ വന്നു, ബെല്ലടിക്കുന്നു, ക്ലിങ്, ആ കറക്റ്റ് സംഭവമൊക്കെ ഉണ്ട്, ടൈമിൽ സെറ്റ് വെച്ചിരിക്കുക. ഡോറ് വന്നപ്പോൾ കറക്റ്റ് ഒരു പെട്ടി സ്വീറ്റ്സ് ആയിട്ട് വന്നു. അതാണ് സൂപ്പർ സ്റ്റാർ. അതാണ് ഞാൻ എഴുതിയത്, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് എഴുതി. ഓ, അടിപൊളി കേട്ടോ, പക്ക ഐറ്റം. ഷൈൻ ടോം ചാക്കോയും വിനായകനും കോമ്പിനേഷൻ ഉണ്ടോ? ശരിക്കും അവരുടെ ക്യാരക്ടർ ഏകദേശം സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്കൊന്ന് കേൾക്കാം. ഷൈൻ ചേട്ടൻ. ഷൈൻ ചേട്ടൻ നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലേ എല്ലാവർക്കും വിശേഷമുണ്ട്, എനിക്ക് വിശേഷമുണ്ട്, ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം വിശേഷമുണ്ട്. ഷൈൻ ചേട്ടൻ വെള്ളം കുടിച്ചിട്ടാണോ വന്നേ? ഞാൻ രാവിലെ വെള്ളം കുടിച്ചു, വൈകിട്ടും വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്നതിന് മാത്രമാണ് ഉള്ളൊരു. നീ വെള്ളം കുടിച്ചാണോ വന്നത്? അതെ, കുടിച്ചു. എന്താ പച്ചവെള്ളം കുടിച്ചത്? കളർ വെള്ളം. നീ കളർ വെള്ളം കുടിച്ചു, പക്ഷെ എനിക്ക് കളർ വെള്ളം കിട്ടിയില്ല. പറ്റില്ല. ഇത് കഴിയുമ്പോൾ സെറ്റ് ചെയ്യാം. ഇത് കഴിയുമ്പോൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാണ്ട് ഇവിടെ പോകാൻ പറ്റില്ല. അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ പറയണത്? എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ് മീറ്റു? എന്നാൽ ആ പെണ്ണിനോടൊന്നും അങ്ങനെ ചെയ്യില്ല വിനായകേട്ടാ. അങ്ങനെ ചെയ്തതാണ്. ഒരു നിസ്സാര വേടിന് വേണ്ടിയാണ് നിങ്ങൾ പറയണത്. മീറ്റു ഒരു തെറ്റല്ലേ? മീറ്റു ഒരു തെറ്റാണ്. പക്ഷെ മീറ്റു എന്നുള്ള വേട് അത് ഉദ്ദേശിച്ചാണ് നിങ്ങൾ സംസാരിച്ചതാ. ഉണ്ടോ ചേഞ്ച്? വിനായകൻ ഷൈൻ എന്ന് പറയുമ്പോൾ തന്നെ മാറും. തോന്നുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ആ ചേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ചേഞ്ച് ചെയ്യുന്ന മനസ്സിലാക്കാൻ ഓരോ ക്യാരക്ടറാണ് ഇവർ തമ്മിൽ ചേട്ടനിയന്മാരെ പോലെയാണ് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരേ ഒരു ഫീല് തോന്നണത്. അങ്ങനെയാണ് ഞങ്ങൾ ഒരേ സംഭവങ്ങളും തോന്നുന്ന ആൾക്കാരാണ്. അടിപൊളി. ഇവരുടെ മുന്നിൽ ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒരു പക്ഷേ ഇത് കഴിയുമ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ബേസിൽ ഉണ്ടാവട്ടെ അല്ലേ? അടിപൊളി. അപ്പൊ ഇനി ഇപ്പം വേറെ ഏതൊക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട്? പിന്നെ കുറെ നമ്മുടെ വരാൻ പോകുന്ന കുറെ പടങ്ങളുണ്ട്. കുറച്ച്. അപ്പൊ ഡബിങ്ങിൽ അങ്ങ് സ്ഥിരം ഉറപ്പിച്ചു? ഡബിങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ ഇനി കാണുന്നവർ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ ഡബിങ്ങിന് ഇനിയും വിളിക്കട്ടെ ബേസിലിനെ. പിന്നെ ഇനി മുന്നോട്ടുള്ള ബേസിലിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? നമ്മൾ പുതിയൊരു പ്രോജക്റ്റിന്റെ വർക്കിലാണ്, സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. സിനിമയിലോട്ട് ഇറങ്ങുക? സിനിമ അത് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പോകണം. ഇത്ര നേരം സംസാരിച്ചപ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് ഗസ്റ്റുകൾ നമ്മുടെ വെറൈറ്റി മീഡിയ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര നിഷ്കളങ്കനും അല്ലെങ്കിൽ പറയുമ്പോൾ ചെയ്യാൻ ഒരു മടിയുമില്ല കേട്ടോ ബേസിലെ. അപ്പൊ അവ സ്പോട്ടിൽ അങ്ങ് അടിക്കും. അത് വലിയൊരു കഴിവാണ്. അപ്പൊ ഇങ്ങനായിട്ട് തന്നെ ഈ ഒരു ജെനുവിനിറ്റി തന്നെ മുന്നോട്ട് പോവുക, എല്ലാ ഉയരങ്ങളിൽ എത്തട്ടെ. ഇപ്പം 10 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 100ആയിട്ട് മാറട്ടെ. നമുക്കിനി നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ ഇവിടെ വരണം, നമുക്ക് കാണണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. അതിലുപരി ഒരുപക്ഷെ പ്രേക്ഷകർ ബേസിലിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് അറിഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.